So you propose to present the bill on the 24th? Yes, Your Excellency. But why in the old assembly hall? It was there I stepped for the first time as an MLA. It was there so many historical bills were presented. That is my sentiment. Oh, nice. I appreciate your effort. Thank you. And your good intentions. But you know there are so many ifs and buts in this. Yes, Your Excellency. I'm aware of it, but still I want to try once. Okay. All the best. Wish you all the best. Thank you, Your Excellency. സ്വന്തം പാർട്ടി അംഗങ്ങളിൽ നിന്നും പ്രതിപക്ഷത്തു നിന്നും ശക്തമായ എതിർപ്പുണ്ടായിട്ടും ഈ ബിൽ നിയമസഭയിൽ അവതരിപ്പിക്കാൻ ഒരുങ്ങുകയാണ് മുഖ്യമന്ത്രി കടക്കൽ ചന്ദ്രൻ. ഇതോടൊപ്പം തന്നെ ജനങ്ങളിൽ നിന്ന് വമ്പിച്ച പിന്തുണയാണ് ഈ ബില്ലിന് ലഭിച്ചിട്ടുള്ളത്. ജനാധിപത്യം എന്ന് പറയുന്നത് നമുക്ക് ജനങ്ങൾക്ക് തീരുമാനം എടുക്കാനുള്ള ഒരു ഓപ്ഷനാണ്. സോ അത് തെറ്റാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ തിരുത്താൻ കിട്ടുന്നൊരു ചാൻസ് നല്ലതാണ്. കള്ളന്മാരായിട്ടുള്ള കുറേ മന്ത്രിമാരുണ്ട്, അവരങ്ങനെ തെറിപ്പിക്കാൻ പറ്റുവാണെങ്കിൽ അങ്ങനെ നിയമം വരുന്നത് വളരെ നല്ലതാണ്. 2 വർഷം നോക്കണം, എന്നിട്ട് അവരത് ചെയ്തില്ലെങ്കിൽ താഴെ ഇറക്കുക, അടുത്ത ആൾക്കാർ വരട്ടെ. പ്രായോഗികമായിട്ട് നടപ്പിലാകുമെന്നുള്ളത് കണ്ടറിയേണ്ട കാര്യമാണ്. അറിയാത്ത ഒരു കാര്യത്തെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ട് കാര്യം നടക്കാൻ പോകുന്നു. ഒരു ഡിസിഷൻ നമ്മൾ എടുത്ത് അത് റോങ് ആയി കഴിഞ്ഞാൽ അത് നമ്മൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അത് മാറ്റാനുള്ള ഒരു അവസരം നമുക്ക് കിട്ടണമല്ലോ. നമ്മുടെ അഭിപ്രായം രേഖപ്പെടുത്താനും ആളെ മാറ്റാനും നമുക്കൊരു നല്ലൊരു കാര്യമാണ്. ഇത് നടക്കുന്ന കാര്യമൊന്നുമല്ല, പറഞ്ഞാൽ നല്ല കാര്യമാണ്. അങ്ങനെ സംഭവിക്കാൻ നല്ലത് തന്നെയാണ്. ആര് വന്നാലും പോയാലും ഞങ്ങളുടെ ജീവിതം ഇതൊക്കെ തന്നെയാണ്. ഒരുപാട് അഴിമതിക്കാർ നമ്മുടെ മന്ത്രിസ്ഥാനങ്ങളിൽ നിന്നും ഒഴിഞ്ഞു പോകും. എന്നാലേ നമ്മളെ പോലെ പാവങ്ങൾക്ക് ഗുണമുള്ളൂ. ഈ ബില്ല് പാസ്സാകണമെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. പറയുന്ന പോലെ തന്നെ പ്രാക്ടിക്കൽ അല്ലല്ലോ ഈ പറയുന്ന വിഷയം. പോസിറ്റീവും നെഗറ്റീവും നമുക്ക് ഒരുപോലെ തന്നെ ചിന്തിച്ചുകൊണ്ടാണെങ്കിൽ ഈ ബില്ല് നമുക്ക് പാസ്സാക്കാൻ പറ്റും. ഇത് ആര് നടപ്പാക്കിയാലും ഞാൻ അവരുടെ കൂടെ. ഞാനിതിനെ സപ്പോർട്ട് ചെയ്യുന്നു. ഇനി അഴിമതി നടക്കൂല, ഈ ബില്ല് വരും. വരണം 2 വട്ടം വരണം. ഹലോ, ഇറങ്ങിയോ? ഇല്ല, ഞാൻ ഇറങ്ങാൻ തുടങ്ങാം. ഇന്ന് നല്ല മൂടലുണ്ട്, ചിലപ്പോൾ മഴ പെയ്യും. ഞാനിവിടെ തന്നെ ഉണ്ടാവും, നീ പോയിട്ടോ. ബ്രേക്ക, ഇന്ന് നമുക്ക് ഒരുമിച്ച് ഭക്ഷണം കഴിക്കാം. വാ. Good morning. Good morning, sir. മുന്നേറെ Sir. പോവാ. Good luck to you, sir. Let this be a memorable day, sir, for all of us.
നിയമസഭാംഗങ്ങളെ, ബഹുമാനനായ സഭാധ്യക്ഷൻ ദി റൈറ്റ് ടു റീകോൾ. ജനപ്രതിനിധികളെ ജനങ്ങൾക്ക് താല്പര്യമില്ല എങ്കിൽ 5 വർഷ കാലാവധി കഴിയുന്നതിന് മുമ്പ് ആ സ്ഥാനത്ത് നിന്ന് മാറ്റാൻ ജനങ്ങൾക്ക് അധികാരം കൊടുക്കുന്ന ബിൽ, ഈ ബിൽ സഭയിൽ അവതരിപ്പിക്കുന്നതിനായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ക്ഷണിച്ചുകൊള്ളുന്നു. ബിൽ അവതരണത്തിന് ശേഷം ചർച്ചയാവാം. സാർ, ഗവൺമെൻറ് എന്നാൽ അത് വെറും ഒരു വാക്ക് മാത്രമല്ല, അത് ആത്മാവുള്ള, ജീവനുള്ള, അസ്തിത്വമുള്ള ഒരു പ്രവർത്തന സംവിധാനമാണ്. ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ എത്ര കാലം അധികാരത്തിൽ ഉണ്ടാവണം എന്ന് തീരുമാനിക്കുന്നതും ജനങ്ങളാണ്. കഴിഞ്ഞ ദിവസം തന്നെ ഈ ബില്ലിൻ്റെ കോപ്പി എല്ലാ ജനപ്രതിനിധികൾക്കും എത്തിച്ചിരുന്നു. എല്ലാവരും ഒരുമിച്ച് നിന്ന് ഇത് പാസ്സാക്കുകയും കേരളത്തിൽ ഇത് നടപ്പാക്കുകയും ചെയ്യണമെന്ന് ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുന്നു. സർ, ഒരു വോട്ടെടുപ്പ് വേണമെന്നാണ് ഞങ്ങളുടെ ആവശ്യം. ഞങ്ങളുടെ പാർട്ടിയാണ് ഭരിക്കുന്നതെന്നും അങ്ങയുടെ പാർട്ടിയാണ് പ്രതിപക്ഷത്തെന്നുള്ള കാര്യം ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് കുറച്ച് നേരത്തേക്ക് ഒന്ന് മറക്കണം. എന്നിട്ട് നമുക്ക് ഒരുമിച്ച് നിന്ന് ഇത് പാസ്സാക്കിയെടുക്കാം. വരും തലമുറയ്ക്ക് വേണ്ടി നമുക്ക് എന്തെങ്കിലും ഒന്ന് കരുതി വയ്ക്കാം. സർ, മറ്റൊരു സംസ്ഥാനത്തും മറ്റൊരു ഗവൺമെൻറ്റും ഇങ്ങനൊരു ബില്ല് സഭയിൽ അവതരിപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് ഐകകണ്ഠേന ഇത് പാസ്സാക്കാൻ ഞങ്ങൾ ഒരുക്കമല്ല. സാർ, ദയവ് ഇത് ഒരു വോട്ടെടുപ്പ് നടത്തണം. ഇക്കാര്യത്തിൽ ഒരു വോട്ടെടുപ്പ് നടത്താൻ തീരുമാനിച്ചിരിക്കുന്നു. യെസ് പോൾ, റിംഗ് ദ ബെൽ. പതിനാല് പേർ ബില്ലിനെ അനുകൂലിച്ചും ഒരാൾ നിഷ്പക്ഷമായും വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ബില്ലിനെ എതിർത്ത് വോട്ട് ചെയ്തിട്ടുള്ളത് 125 പേരാണ്. ഈ ബില്ല് തള്ളിക്കളഞ്ഞതായി പ്രഖ്യാപിക്കുന്നു.